അപ്പൊ നമുക്ക് നോക്കാല്ലേ? തന്നെ ഒരാൾ അന്വേഷിച്ചു. എന്നെയോ? കണ്ടാൽ ആളെങ്ങനെയാ? മെലിഞ്ഞിട്ട് താടിയൊക്കെ വെച്ചിട്ട്. മാസങ്ങൾക്ക് മുൻപെത്തിയ 3 ഇന്നോവ ക്രിസ്റ്റ കാറുകളുടെ കൂട്ടത്തിലേക്ക് മുഖ്യമന്ത്രിക്കായി എത്തിയ കിയ കാർണിവൽ ലിമോസിൻ പ്ലസിന് വില 33 ലക്ഷം. പോലല്ലോ, അവര് രാജാക്കന്മാരല്ലേ. ക്ലിഫ് ഹൗസിൽ ഒരു ലിഫ്റ്റിന് 25 ലക്ഷം, നീന്തൽ കുളത്തിന് 26 ലക്ഷം, ഗവർണർക്കെതിരെ നിയമോപദേശം തേടാൻ 45.9 ലക്ഷം. തന്റെ പോക്കറ്റൊന്നും ഞാൻ അടിച്ചില്ലല്ലോ. നാണമില്ലാതെ എന്തൊരു മറ്റുള്ളവന്റെ കീശത്തപ്പണം അധ്വാനിച്ച് ജീവിച്ചു. ധനമന്ത്രി ധൂർത്തിനെ കുറിച്ചുള്ള അങ്ങയുടെ പഠന ക്ലാസ് കേരളത്തിന് വേണ്ട. സാർ എന്നെ അപമാനിക്കരുത്. ഭരണത്തിന്റെ ഇടനാഴികളിൽ ഇന്ന് വരെ ആരും എന്നോട് ഇങ്ങനെ ഇടപെട്ടിട്ടില്ല. കിട്ടാവുന്ന സഹസ്ര കോടികൾ പിരിച്ചെടുക്കാത്തത് ഭരണപരാജയം എന്ന് പറയുന്നവനെ BJP ആക്കുന്ന പരിപാടി ധനമന്ത്രി എപ്പോഴും വേവുന്ന പരിപ്പല്ല. ഈ ചെയ്യുന്നതൊക്കെ ന്യായമാണെന്ന് തോന്നുന്നു. എത്ര കരഞ്ഞാലും കുറയ്ക്കില്ല കേരളമേ 5 നയാ പൈസ. ആ കേരളത്തിന് ഉമ്മൻചാണ്ടി ഭരണകാലം ഓർമ്മയുണ്ട്. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? വെളുത്തു ചുമന്ന് കോലമുടി കൊച്ചിങ്കളെ പോലുള്ള മുഖവും വീണ്ടും മെലിഞ്ഞൊരു സുന്ദരൻ. അക്കാലത്ത് സമാനമായൊരു സാഹചര്യത്തിൽ അന്നത്തെ പാർട്ടി സെക്രട്ടറി പിണറായി വിജയൻ പ്രഖ്യാപിക്കുന്നു, അധികാരം എന്നത് കൊള്ളയ്ക്കുള്ള ലൈസൻസ് അല്ല. എളുപ്പല്ലോ ഈ ആദ്യം ഓരോ സാധനങ്ങൾ കിട്ടാൻ. തൊട്ടടുത്ത വർഷം അതേ പാർട്ടി സെക്രട്ടറി ചോദിക്കുന്നു, പെട്രോൾ വില വർധന നല്ല നാളിന്റെ ലക്ഷണമാണോ? ഞാൻ നമ്മുടെ പാർട്ടിയുടെ ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ആലോചിക്കുമ്പോ പറഞ്ഞത് അത്രയും. ആ ചോദ്യങ്ങളും പോയകാല സമരങ്ങളൊക്കെ മറന്ന ഭരണവർഗ പാർട്ടിക്ക് ഇപ്പോൾ പ്രതിപക്ഷ സമരങ്ങളോട് പരപ്പുച്ഛം. അല്പന ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് ഉടപിടിക്കുന്നു കേട്ടിട്ടേ. കസേരയിട്ടിരുന്ന് കേരളത്തിന്റെ ധനമന്ത്രി ജനത്തെ പഠിപ്പിക്കുന്നു, എന്തിനോ പോയി വന്ന വിദേശയാത്രകളും കാറ് വാങ്ങലും ഒരു ധൂർത്തല്ല. ഇതൊന്നും അങ്ങനെ വിടാൻ പാടില്ല. എന്തോ എടാ ഇവിടെ ഇതും ഇതിന്റെ അപ്പുറം നടക്കുന്നത്. മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ, ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.